നമ്മൾ വീണ്ടും ഒരു സാധാ ഓടിൻ്റെ വർക്കുമായിട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്ന വീട് കേട്ടോ. ഈ കാണുന്ന വീടിൻ്റെ ഓട് പൊളിച്ചിട്ട് ഫുള്ളിറക്കി രണ്ടാമത് റീസെറ്റ്, അതായത് പൈപ്പിൽ GI പൈപ്പിൽ ചെയ്തിട്ട് വീണ്ടും ഓട് ചെയ്യുന്ന ഒരു വർക്കുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്രാവശ്യം ഒരു ചെറിയ വീടാണ്. ഇതിനിടക്ക് ഞങ്ങൾ ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏകദേശം സമാനമായ വീട്, അതിനെക്കാട്ടും ഏകദേശം അതേ വലുപ്പം തന്നെയാണ്. നീളം വീതിയും ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പം നീളം കൂടുതലാണെങ്കിൽ വീതി കുറവും, അങ്ങനെയുള്ളൊരു വീടിൻ്റെ വർക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽ നമ്മൾ ഇപ്രാവശ്യം തലേ ദിവസം തന്നെ ഇറക്കി പെയിൻ്റ് അടിച്ചിടാനുള്ള പരിപാടി ആദ്യം തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തത് മെറ്റീരിയൽ ഇറക്കി അന്നാ ചെയ്തതിന്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ മെറ്റീരിയലെല്ലാം തലേന്ന് തന്നെ ഇറക്കി സെറ്റ് ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ ഇതിൻ്റെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ റേറ്റ്, കാര്യങ്ങൾ, ഇതിന് എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചു, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വർക്കിൻ്റെ വീഡിയോ നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വർക്കിൻ്റെ വീഡിയോ ഇനിയും കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്നും മിസ്സാകാതിരിക്കാൻ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ രാവിലെ തന്നെ വന്ന് തലേദിവസം പൈപ്പ് പെയിൻ്റ് അടിച്ച് വെച്ചു പറഞ്ഞല്ലോ. ആ പെയിൻ്റ് അടിച്ച് വെച്ച പൈപ്പെല്ലാം രാവിലെ റെഡിയാക്കി അടുക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ നമ്മൾ ഓട് പൊളിക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓട് ഇറക്കൽ ഇപ്രാവശ്യത്തെ ഓട് വലിയ പട്ടിക്കൊന്നും അധികം അങ്ങോട്ട് പോയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം പൊളിച്ച വീട് എന്ന് പറഞ്ഞാൽ ദയനീയമായിരുന്നു, കഴുക്കോലെല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അത്ര അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കയറിയിരുന്ന് പൊളിക്കാൻ വലിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ പട്ടിക്കെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുന്നൊരു അവസ്ഥയായിരിക്കും. അപ്പം അങ്ങനെ ഒരു റിസ്ക് ഈ വർക്കിൽ നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഇനി ഓട് ഇറക്കി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് വരും. കാരണം മറ്റേത് പട്ടിക പെട്ടെന്ന് പൊളിച്ചെടുക്കാം, ഇത് പട്ടിക പൊളിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇളക്കിയെടുക്കാൻ, ആണിയൊക്കെ ഇളക്കിയെടുക്കേണ്ടി വരും. മറ്റേത് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ കിട്ടിയത്. അതുകൊണ്ട് രാവിലെ തന്നെ ഓടെല്ലാം ഇറക്കി. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഓട് കഴുകാനുള്ള പ്ലാനൊന്നും നിലവിൽ അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് തുടച്ച് വൃത്തിയാക്കി ഇടാനുള്ള പ്ലാനാണ്. അപ്പോൾ പിന്നെ താമസമുള്ള വീടുമാണ്, അതുകൊണ്ട് തന്നെ സ്പീഡിൽ ചെയ്യേണ്ട ഒരാവശ്യകതയുണ്ട്. നമ്മൾ ഏകദേശം കാപ്പി കുടിക്കുന്ന സമയം, അതായത് ഉച്ചയ്ക്ക് മുന്നേ തന്നെ ഓട് പൊളിച്ചിറക്കി കഴുക്കോലെല്ലാം താഴെ ഇറക്കിയിട്ട് തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൊളിച്ചിറക്കി പരിപാടി കഴിഞ്ഞോടെ നമ്മൾ ഉത്തരെല്ലാം സെറ്റ് ചെയ്ത് സ്പീഡിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. കാരണം പെയിൻ്റ് അടിച്ച് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞോടെ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അന്ന് തന്നെ നമ്മൾ പരമാവധി സ്പീഡിൽ കഴുക്കോലുകൾ കാര്യങ്ങളെല്ലാം അടിച്ച് അന്ന് തന്നെ ഏകദേശം ദിവസം തന്നെ നമ്മൾ ഏകദേശം കഴുക്കോലിൻ്റെ പണിയെല്ലാം ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഏകദേശം കംപ്ലീറ്റ്, ചെറിയ കുറവുണ്ടായില്ല, ബാക്കിയെല്ലാം തന്നെ പിടിപ്പിച്ച് ഈ കണ്ടീഷനിലേക്ക് നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തന്നെ ആക്കിയിട്ടുണ്ടായിന്. പെയിൻ്റ് അടിച്ച് വെച്ചോണ്ട് നമ്മൾ സാധാരണഗതിയിൽ സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യലുണ്ട്. കാരണം താമസമൊക്കെ ഉള്ള വീടാകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മെയിനായിട്ട് 3-1.5 ഉത്തരവും കാര്യങ്ങളൊക്കെയാണ്. 3-1 കഴുക്കോല്. കാരണം ആകെ 12 ലൈൻ ഓടേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 3-1 ആവശ്യമുള്ളൂ. അല്ല 16 പൈപ്പ് എടുക്കുന്നുണ്ടെന്ന് മാത്രം. പിന്നെ പട്ടികയെല്ലാം 3/4 ഇഞ്ച് പട്ടികയാണ് എടുത്തിരിക്കുന്നത്. അടിപ്പട്ടിക വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1.25 പൈപ്പും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ടാം ദിവസം രാവിലെ തന്നെ പട്ടികയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ദിവസം ഫുള്ള് കഴുക്കോല് ഏകദേശം അടിച്ച് തോന്നും. പിന്നെ ഇപ്പോൾ ചെറിയൊരു പറ്റും കൂടി വെക്കാൻ ബാക്കി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്നിട്ട് പട്ടികയിലടിച്ച് ഉച്ചയാകുമ്പോഴത്തേക്ക് തന്നെ പട്ടികയിലടിച്ച് സ്പീഡിലുള്ള വർക്കാണ്. അപ്പം പിന്നെ ഇവിടെ ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ വോൾട്ടേജിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വർക്ക് അത്ര അങ്ങോട്ട് സ്പീഡിൽ നടക്കുന്നുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ കുറച്ചും കൂടി ആൾ കൂടിയിട്ട് സ്പീഡിൽ തീർക്കാൻ വരുന്നത്. അപ്പം വോൾട്ടേജിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് പിന്നെ ജനറേറ്ററൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലവ് വൻതോതിൽ കൂടുന്നതുകൊണ്ട് ജനറേറ്റർ നമുക്ക് സ്വന്തമായിട്ട് ജനറേറ്ററും കാര്യങ്ങളൊന്നുമില്ല, വാടകയ്ക്ക് എടുക്കണം. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഈ ഏരിയയിൽ വോൾട്ടേജിന് കുറച്ച് കമ്മിയുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന കുറച്ച് ലാഗാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പം രണ്ടാം ദിവസം ഏകദേശം നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്കും തന്നെ ഒരുമാതിരി സ്പീഡ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പെയിൻറ്റിങ്ങിൻ്റെ പണിയും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പ്രൈമർ ആദ്യം അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് കുറേ പോയിട്ടെല്ലാം ഉണ്ടായിരുന്നു. വെൽഡ് ചെയ്തെടുത്തും പിന്നെ പൈപ്പ് ഉറഞ്ഞെടുത്തെല്ലാം പോകില്ല. അതെല്ലാം രണ്ടാമത്തെ ടച്ച് ചെയ്യലും എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഒരാൾ നിന്ന് ചെയ്ത് സ്പീഡിൽ തന്നെ രണ്ടാം ദിവസം ഉച്ച കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഫിനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടികടിക്കൽ ഫിനിഷാക്കി. രണ്ടാം ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ബാക്കി ഓടെല്ലാം ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓട് പിന്നെ ഇടുമ്പം തന്നെ രണ്ടുപേരും നിന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ അധികം ആൾ കയറിയില്ല, ഒരാളെ ഓടിടാൻ കയറിയിട്ടില്ല. കാരണം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിന്നു. പിന്നെ പലതരം ഓടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ തിരഞ്ഞ് ഇതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വർക്ക് കുറച്ച് സ്ലോ ആയിരുന്നു. അപ്പം നമ്മുടെ വർക്ക് ഫുള്ളിട്ട് രണ്ടാമത്തെ ദിവസം തീർന്നില്ല. നമ്മൾ മൂന്നാം ദിവസം രാവിലെയാണ് ബാക്കി
ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഓട് തിരിയലും വൃത്തിയാക്കലൊക്കെ നമുക്ക് ഭയങ്കര ടാസ്ക്കായി വന്നു. കാരണം കുറേ പഴയ ഓട്, കുറേ കമ്പനി ഓട്, കാണുമ്പോൾ എല്ലാം ഒരേ പാപ്പിനിശ്ശേരി ഓടാണ്. പക്ഷേ പ്രശ്നങ്ങൾ പല പല മോഡലിൽ വന്നു റെഡ്. അപ്പം ഇനി നമ്മളതിൻ്റെ റേറ്റിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും പറയാം. ഇത് പിന്നെ മൊത്തത്തിൽ വന്നിരിക്കുന്ന ചിലവ് 1,10,000 രൂപയാണ്. അതായത് നമ്മൾ കഴുകിയോ പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഈ കണ്ടീഷനിൽ നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന ഫുള്ള് മെറ്റീരിയൽ ഉൾപ്പെടെ നമ്മളെടുത്ത് പഴയ ഓടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അങ്ങനെ വന്നിരിക്കുന്നതിന് മൊത്തത്തിൽ വന്നിരിക്കുന്ന ചിലവ് 1,10,000 രൂപ. അപ്പം ഇതുപോലുള്ള വീടുകൾ ചെയ്യുന്നവർക്ക് ഇത് ഒരു ഉപകാരപ്പെടും ആകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ റേറ്റൊക്കെ പറയുന്നതുകൊണ്ട് ആളുകൾക്കത് ഉപകാരം ചെയ്യുന്നുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു. പിന്നെ പലരുടെയും റേറ്റ് പല രീതിയിലായിരിക്കും കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഒന്നും ആയിരിക്കില്ല റേറ്റ്. അത് പിന്നെ ഒന്ന് ശ്രദ്ധിക്കുക. ഓരോരാളുടെ വർക്കിൻ്റെ ക്വാളിറ്റി, സ്പീഡ് എല്ലാം അനുസരിച്ചായിരിക്കും റേറ്റ്. പലരും പല രീതിയിലായിരിക്കുമല്ലോ ചെയ്യുന്നത്. ചിലവരുടെ വർക്ക് ഇങ്ങനെ ആയിരിക്കില്ല. നമ്മുടെ വർക്ക് പിന്നെ ഓരോരാളുടെ വർക്ക്. അപ്പം നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത കൊടുത്തിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. അപ്പം ഓരോരാളുടെ രീതി. അപ്പം ഇതിനെക്കാട്ടും കുറഞ്ഞ് ചെയ്യുന്നവരുണ്ടാവും, ഇതിനെക്കാട്ടും കൂടി ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ റേറ്റ് നമ്മൾ ആരെയും മോശമാക്കാനൊന്നും വേണ്ടി പറയുന്നതല്ല. അപ്പം ഇങ്ങനെയുള്ള വീഡിയോകൾ ഇത് കാണുന്നതുകൊണ്ട് ഒത്തിരി ഉപകാരം വരുന്നതുകൊണ്ട് നമ്മൾ റേറ്റ് പറയുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പിന്നെ മൂല വെക്കുന്ന പരിപാടിയും കൂടി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കാരണം പിന്നെ 3-ാം ദിവസം നമ്മൾ പരമാവധി തീർക്കണം എന്നുള്ള കണ്ടീഷനിലായിരുന്നു ചെയ്തിട്ടുണ്ടായത്. മൂലവെള്ളം നമ്മൾ സിമെൻറ്റിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ. സിമെൻറ്റ് ഇട്ടിട്ട് വെക്കാനുള്ള പരിപാടിയാണ്. പിന്നെ മൂല വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പരമാവധി മണലൊഴിച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഈ പാറപ്പൊടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു സുഖം കിട്ടില്ല. ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേലെയൊന്നും കയറി നനയ്ക്കലൊക്കെ ഭയങ്കര റിസ്ക് ആയിരിക്കും. നനയ്ക്കുകയൊക്കെ ചെയ്യാത്തതുകൊണ്ട് മണലാകുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു ലാസ്റ്റിംഗ് ഉണ്ടാവും. പിന്നെ മൂല വെക്കുമ്പോൾ പരമാവധി ഓട് കഴുകിയിട്ടൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പിടിച്ചിരിക്കും. കാരണം പായലൊക്കെ ശരിക്കും പോകുമല്ലോ. അപ്പോൾ ഇവർക്ക് പിന്നെ അത്രയൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തതാണ്. അപ്പം പരമാവധി അങ്ങനെ മണലിൽ തന്നെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതിൻ്റെ ലാഭം നഷ്ടമൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പൊടിയൊക്കെ മിക്ക സ്ഥലത്ത് ചെല്ലുമ്പോഴും പൊടി ഉണ്ടാകും വീട്ടിൽ. അപ്പം പൊടിക്ക് ചെയ്യട്ടെ ചെയ്താൽ പോരെ എന്ന് ചോദിക്കും. നമ്മൾ പിന്നെ സ്വന്തം പിന്നെ മണലെല്ലാം നമ്മൾ തന്നെ വാങ്ങിയതാണ്. റേറ്റൊക്കെ അതിൻ്റെ കൂടെ തന്നെ വന്നതാണ്. അപ്പം മണലിലല്ലേ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. കാരണം ആകെ അത്രയും മണൽ മതി. അപ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.